തലസ്ഥാനത്തെ ആമയിഴഞ്ചാൻ തോട്ടിൽ മരണപ്പെട്ട ശുചീകരണ തൊഴിലാളി ജോയിയുടെ കുടുംബത്തിന് വീട് നൽകുമെന്ന വാഗ്ദാനം പാഴ്വാക്കായി. സർക്കാർ നടപടികൾ കൈക്കൊള്ളുന്നില്ല എന്ന് ജോയിയുടെ അമ്മ ജനൻ ടിവിയോട് പറഞ്ഞു. സർക്കാർ പറഞ്ഞ തുകയ്ക്ക് പരിസര പ്രദേശത്തൊന്നും വസ്തു ലഭിക്കുന്നില്ല എന്നും ജോയിയുടെ അമ്മ പറയുന്നു. വിവരങ്ങളുമായി വിനീഷ് ചേരുന്നു. വിനീഷ്, ഇവർ കൊട്ടിഘോഷിച്ചതാണ് ആമയിഴഞ്ചാൻ തോട്ടിൽ വീണ് മരിച്ച ജോയിക്ക് സ്വന്തമായി ഒരു വീട് നൽകുന്നു എന്നുള്ളത്. പക്ഷേ അവിടെ ഒരു തുണ്ട് ഭൂമി പോലും വാങ്ങാൻ ആ പൈസ കൊണ്ട് ഉപകാരപ്പെടുന്നില്ല. ജോയിയുടെ അമ്മ ഇക്കാര്യം ജനൻ ടിവിയോട് തുറന്നു പറയുകയും ചെയ്തല്ലോ. കൂടുതൽ വിവരങ്ങൾ. തീർച്ചയായിട്ടും ആദ്യമായിട്ടാണ് സംസ്ഥാന സർക്കാരിനെതിരെ ഇത്തരം ഒരു വിമർശനവുമായി ജോയിയുടെ അമ്മ തന്നെ രംഗത്തെത്തുന്നത്. കാരണം പല ഘട്ടങ്ങളിലായി ഈ ജോയി മരണപ്പെട്ടതിന് ശേഷം സംസ്ഥാന സർക്കാർ വാഗ്ദാനങ്ങൾ ജോയിയുടെ കുടുംബത്തിന് നൽകിയിരുന്നു. ഒന്ന്, ജോയിയുടെ കുടുംബത്തിന് വസ്തു വാങ്ങി വീട് വെച്ചു കൊടുക്കും എന്നത് സംബന്ധിച്ചുള്ള വാഗ്ദാനം. തുടർന്ന് ജോയിയുടെ ആശ്രിതനെ പകരം നഗരസഭയിൽ ജോലി നൽകും എന്ന് സംബന്ധിച്ചുള്ള വാഗ്ദാനം. ഈ രണ്ട് വാഗ്ദാനങ്ങളുടെ ഒരു പ്രധാന വാഗ്ദാനം തന്നെയായിരുന്നു വീട്. ആ വീടെന്നുള്ള വാഗ്ദാനത്തിലും ഒപ്പം ആശ്രിതനെ സംരക്ഷണം നൽകും അല്ലെങ്കിൽ ജോലി നൽകും എന്ന് സംബന്ധിച്ചുള്ള ഈ രണ്ട് വാഗ്ദാനങ്ങളിൽ ഒരു പടി പോലും മുന്നോട്ട് പോകാൻ സംസ്ഥാന സർക്കാരിന് സാധിച്ചിട്ടില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ജോയിയുടെ അമ്മ ജനൻ ടിവിയോട് തുറന്നു പറഞ്ഞിരിക്കുന്നത്. നിലവിൽ പല ഘട്ടങ്ങളിലായി വിവിധ സർക്കാർ ഓഫീസുകളിൽ ഞങ്ങൾ കയറിയിറങ്ങി. പക്ഷേ അത്തരം നടപടികളിലേക്ക്, സർക്കാർ വാഗ്ദാനത്തിന്റെ നടപടികളിലേക്ക് കാര്യങ്ങൾ കടക്കുന്നില്ല എന്ന് സംബന്ധിച്ചുള്ള ആക്ഷേപം തന്നെയാണ് ജോയിയുടെ അമ്മ ഉന്നയിക്കുന്നത്. പ്രധാനമായും 2.5 ലക്ഷം രൂപയ്ക്ക് 6 സെന്റ് ഭൂമി വാങ്ങണം എന്നാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് തങ്ങളെ അറിയിച്ചിരിക്കുന്നത്. പക്ഷേ നിലവിൽ നെയ്യാറ്റിൻകര മാരായമുട്ടം ഭാഗത്ത് ആ പ്രദേശത്ത് ഇത്തരത്തിൽ 2.5 ലക്ഷം രൂപയ്ക്ക് 6 സെന്റ് ഭൂമി വാങ്ങുക എന്നത് പ്രായോഗികമല്ല. അവിടുത്തെ വസ്തുവില അത്തരത്തിൽ വലിയ ഉയർന്ന തരത്തിലാണ്. പക്ഷേ ഇത്തരം കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് ജില്ലാ പഞ്ചായത്തിന് ജോയിയുടെ അമ്മ കത്ത് നൽകി. ആ കത്ത് നൽകി ദിവസങ്ങൾ പിന്നിട്ടിട്ടും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നോ ജില്ലാ പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്നോ യാതൊരു വിധമായ നടപടിയും ഉണ്ടാകുന്നില്ല. ഒപ്പം തന്നെ ആശ്രിതന് ജോലി നൽകും. തിരുവനന്തപുരം നഗരസഭയിൽ ജോയിയുടെ ആശ്രിതൻ ആരാണോ അയാൾക്ക് ജോലി നൽകും എന്ന് സംബന്ധിച്ചുള്ള ഒരു വാഗ്ദാനവും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുണ്ടായി. ഈ വാഗ്ദാനവും വെറും പാഴ്വാക്കായി മാറുന്നു എന്നാണ് ജോയിയുടെ അമ്മ ഇപ്പോൾ പറയുന്നത്. നിലവിൽ ജോയിയുടെ അമ്മ പറയുന്നതും ഇത്തരത്തിലാണ്. തൻ്റെ മകൻ മരണപ്പെട്ട് 2.5 മാസത്തോളം അടുത്താകുന്നു. ഇതിനുശേഷം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വാഗ്ദാനങ്ങളല്ലാതെ ഒരു നടപടിയും ഇതുവരെയും ഉണ്ടായിട്ടില്ല എന്ന് ജോയിയുടെ അമ്മ ജനൻ ടിവിയോട് തുറന്നു പറഞ്ഞിരിക്കുകയാണ്. ഒപ്പം പറയേണ്ടത്, സംസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ പ്രത്യേകിച്ച് ഈ വിഷയം വലിയ വിവാദങ്ങളായി. ജോയി ഈ ആമയിഴഞ്ചാൻ തോടിൽ അകപ്പെട്ട് മരണപ്പെടുന്ന സമയത്ത് തന്നെ സംസ്ഥാന സർക്കാരിന്റെ വിവിധ പ്രതിനിധികൾ ജോയിയുടെ വീട്ടിലേക്ക് പോകുന്നു. മന്ത്രി വി ശിവൻകുട്ടി അടക്കമുള്ളവർ ജോയിയുടെ വീട്ടിൽ പോകുന്നു. മേയർ ആര്യ രാജേന്ദ്രൻ ജോയിയുടെ മരണത്തിൽ പൊട്ടിക്കരയുന്ന കാഴ്ച, അങ്ങനെ നിരവധി നാടകീയ രംഗങ്ങളൊക്കെ ഈ ഘട്ടങ്ങളിൽ ഉണ്ടായി. ഇതെല്ലാം കഴിഞ്ഞ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗമായി മന്ത്രി വി ശിവൻകുട്ടി ജോയിയുടെ വീട്ടിലേക്ക് പോയതിനു ശേഷം സർക്കാർ എല്ലാ പിന്തുണയും നൽകും, സർക്കാർ എല്ലാ സഹായവും നൽകുമെന്ന വാഗ്ദാനം നൽകിയതല്ലാതെ ഒരു പടി പോലും ആ വാഗ്ദാനങ്ങളുടെ കാര്യത്തിൽ മുന്നോട്ട് പോയിട്ടില്ല എന്നതാണ് ജോയിയുടെ അമ്മ കുറ്റപ്പെടുത്തുന്നത്. എന്തായിരുന്നാലും തങ്ങൾക്ക് സർക്കാരിനോട് അപേക്ഷയാണുള്ളത്. പറഞ്ഞ വാഗ്ദാനങ്ങൾ അത് നടപ്പിലാക്കാനുള്ള നടപടികൾ വേഗത്തിലാക്കണം. സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് തങ്ങളുടെ കുടുംബത്തോട് ഇളവുണ്ടാകണമെന്നാണ് ജോയിയുടെ അമ്മ അപേക്ഷിക്കുന്നത്. എന്തായിരുന്നാലും ആ കുടുംബത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അത്താണിയായിരുന്നു ജോയി. ദിവസവേതന അടിസ്ഥാനത്തിൽ ജോയി ആമയിഴഞ്ചാൻ തോട്ടിലും മറ്റു പ്രദേശങ്ങളും പരിസര പ്രദേശത്തിലും നഗരത്തിലെ ഈ ശുചീകരണ പ്രവൃത്തിയിൽ ഏർപ്പെട്ടുകൊണ്ടാണ് വീടിനെ പോറ്റിയിരുന്നത്, അല്ലെങ്കിൽ അമ്മയെ പോറ്റിയിരുന്നത്. പക്ഷേ ആ അമ്മയുടെ ഏറ്റവും വലിയ അത്താണിയായിരുന്ന മകൻ നഷ്ടപ്പെട്ടു. അതിന് പ്രായശ്ചിത്തമെന്ന വേണം സംസ്ഥാന സർക്കാർ ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ നടത്തി. ആ പ്രഖ്യാപനങ്ങളും വെറും വാക്കായി മാത്രം, വെറും പാഴ്വാക്കായി മാത്രം നീങ്ങുന്നു എന്നാണ് ജോയിയുടെ അമ്മ വളരെ മനോവിഷമത്തിൽ ജനൻ ടിവിയോട് തുറന്നു പറഞ്ഞിരിക്കുന്നത്. എന്തായിരുന്നാലും സർക്കാരിന്റെ നടപടി ഈ വിഷയത്തിൽ ഉടനടി വേണമെന്ന ആവശ്യം തന്നെയാണ് ജോയിയുടെ കുടുംബം പ്രധാനമായും ആവശ്യപ്പെടുന്നത്. വിനോദ്, വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് വിനീഷ് തിരുവനന്തപുരത്ത് നിന്നും പങ്കുവച്ചത്. ആമയിഴഞ്ചാൻ തോട്ടിൽ ജീവൻ നഷ്ടപ്പെട്ട ജോയി എന്ന തൊഴിലാളിക്ക് സർക്കാർ വാഗ്ദാനം ചെയ്ത വീടെന്ന സ്വപ്നം വെറും പാഴ്വാക്കായി മാറുന്നു. ആശ്രിത നിയമനവും നടക്കാതെ പോവുകയാണ്. വിവരങ്ങൾ നൽകുകയാണ് വിനീഷ്.